ഇവൾ പെയിന്റ് അടിക്കുന്നു. ഹലോ ഗായ്സ്, നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം നിൽക്കുന്ന ഈ റൂമിന് പെയിന്റ് അടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടാണ് പെയിന്റ് അടിക്കുന്നത്. ഇത് ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പെയിന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഈ റൂം കുറേ ആയി അച്ചമ്മ കിടക്കുന്ന റൂമായിരുന്നു. അപ്പോൾ അച്ചമ്മ മരിച്ചുപോയി, പിന്നെ ആരും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും വിചാരിച്ച് പെയിൻ്റൊക്കെ അടിച്ചൊന്ന് പുതുമയാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് പെയിൻറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാം. പെയിൻറ്റിൻ്റെ കളറൊന്നും നമ്മൾ ഫിക്സ് ആക്കിയിട്ടില്ല. എന്തായാലും വൈറ്റ് വേണ്ട, വേറെ എന്തെങ്കിലും ഒരു ഷെയ്ഡ്, വേറെ എന്തെങ്കിലും ഒരു കളർ നോക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ നമ്മളെ കൂടെ വരൂ. നമ്മൾ ഓൾ റെഡി ടു ഗോ ഫോർ പെയിന്റ് സെലക്ഷൻ അല്ലേ കുഞ്ഞി? ഹായ് പറയൂ. ഡിസ്കഷൻ അബൌട്ട് ആര് പെയിന്റ് അടിക്കും, ആരൊരക്കും എന്നൊക്കെ. ഇവൾ പെയിന്റ് അടിക്കുന്നു. അപ്പൊ നമ്മള് പെയിന്റ് വാങ്ങാൻ വന്നിട്ടുള്ള നമ്മുടെ പിണറായി തന്നെയുള്ള പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റുള്ള ഈ ഷോപ്പിലാണ്. അപ്പോൾ കളർ ആദ്യം നമ്മൾ പോയിട്ട് നോക്കട്ടെ, കാണിച്ചറേ. നമ്മളൊരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ ആ കളറ് അവർ പെയിൻറ്റിൻ്റെ പൈസ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നോക്കട്ടെ. പൈസ ഭയങ്കര, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഹൈ ആണെങ്കിൽ ഒന്ന് ചവിട്ടും. വേറെ കളർ അല്ലെങ്കിൽ വൈറ്റ് തന്നെ അടിക്കുന്ന തോന്നുന്നു. നോക്കാം. നമ്മൾ കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർ കളർ മിക്സാക്കി സെറ്റാക്കുന്നുണ്ട്. ഏത് കളറാണ് എടുത്തതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളെടുത്തിട്ടുള്ളതാ ഈ കളറാണ്, ഒപ്പാലൈൻ ഗ്രീൻ. ആദ്യം ഇതെടുക്കാന്ന് ഷോലിപ്പാത്ത്. പിന്നെ നോക്കിയപ്പോൾ അത് കുറച്ചും കൂടെ ഡാർക്ക് ആയതുകൊണ്ട് ഇതെടുക്കും. നമ്മൾ പെയിന്റ് എല്ലാം വാങ്ങിയിട്ട് ഇതാ വീട്ടിലേക്ക് പോകുന്നതാണ്. ഇനി വീട്ടിൽ പോയിട്ട് എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവർക്ക് എന്തൊക്കെയോ അറിയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും അവർക്ക് സഹായിക്കാം. അപ്പൊ നമ്മളിപ്പം ഈ ചുമരിലുള്ള വണ്ണാമല അതെല്ലാം കളയുന്ന, കുറച്ച് ക്ലീൻ ആക്കുന്നതാണ്. ഒരു 4 മണിക്കൂറത്തെ പണിക്ക് ശേഷം ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയാണ്. ഡബിൾ കോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ച് നല്ല കളറാണ്. വീഡിയോയിൽ കുറച്ചും കൂടെ ഒരു പച്ച കളറാണ്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല കളർ. അപ്പം നമ്മുടെ പെയിൻറ്റിങ് ഇപ്പോൾ 3/4 ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട്. 3 മണിക്കങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 8 മണിയായി. ഏകദേശം 5 മണിക്കൂറോളമായി കണ്ടിന്യൂ ആയിട്ട് പണി ചെയ്യുന്നത്. സാധാരണ നമ്മളിങ്ങനെ പുറമേ നിന്ന് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ഈസിയുള്ള പണിയാണ് പെയിൻറ്റിങ്. നമ്മളത് ചെയ്യുമ്പോൾ മനസ്സിലാവും എത്രത്തോളം കഠിനാണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് സമയമെടുത്ത് ഞാനിപ്പോൾ പണ്ട് നമ്മളെ വീട് പെയിൻറ് ചെയ്യാൻ വന്ന പെയിൻറ് ചെയ്യുന്ന ഏട്ടന്മാരെല്ലാം ഞാൻ പ്രാഗിയിട്ടുണ്ട്. എത്ര ദിവസമാണ് ഇപ്പന്മാർക്ക് എന്നിട്ട് അയ്യോ. അതേപോലെ നമ്മൾ അത് ചെയ്തപ്പോഴാണ് അതിൻ്റെ വിഷമം കഷ്ടപ്പാട് മനസ്സിലായ. അപ്പോൾ ഇനി ഒരു 10 മണിക്കുള്ളിൽ മൊത്തം കംപ്ലീറ്റ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ.